ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡില് 176 നിർവികൽപ എന്ന് പറയുന്ന ദേവിയുടെ നാമമാണ് നമ്മൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ എന്താണ് ഈ നിർവികൽപ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാല് നമ്മുടെ വിശ്വത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൽപ്പനകളെ വ്യാഖ്യാനിക്കുന്ന ഒന്നാണ് ഈ വികല്പം എന്ന് പറയുന്നത്. അപ്പോ ഭാഷ കൊണ്ടോ ശബ്ദജ്ഞാന വിഷയം ഒന്നുകൊണ്ടോ അല്ലെങ്കിൽ ഉപനിഷത്തുകളെ കൊണ്ടുപോലും അവതരിപ്പിക്കാൻ കഴിയാത്തവളാണ് ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാലും വ്യാഖ്യാനിക്കപ്പെടാനോ ഒന്നാലും അവതരിപ്പിക്കപ്പെടാനോ പറ്റാത്തവളാണ്. അതിനൊക്കെ അതീതയാണ് ദേവി എന്നാണ്. കാരണം ദേവിക്ക് വികല്പ വിചാരങ്ങൾ ഒന്നുമില്ല. ഷീ ഹാസ് അബ്സല്യൂട്ട്ലി നോ വികല്പ ഓർ വിചാര. എന്താണ് ഈ വികല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാരണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് അല്ലെങ്കിൽ പരമാർത്ഥത്തില് സൂക്ഷ്മത്തില് ഇല്ല. പക്ഷെ അത് ഉണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ ജനിപ്പിക്കുന്നതും ആയിട്ടുള്ള വസ്തു ഏതാണോ അതാണ് വികല്പം എന്നാണ് പറയുന്നത്. ശരിക്ക് ഇല്ല, പക്ഷെ അത് ഉണ്ട് എന്നുള്ള തോന്നൽ ജനിപ്പിക്കുന്നു. അതാണ് ശരിക്കില്ല എങ്കിലും ഉണ്ടെന്ന തോന്നൽ ജനിപ്പിക്കുന്നത് ഏതാണോ അതിനെയാണ് വികല്പം എന്ന് പറയുന്നത്. ശബ്ദജ്ഞാനാനുപാതി വസ്തുശൂന്യോ വികല്പ എന്നാണ് യോഗശാസ്ത്രത്തില് ഈ വികല്പത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് പറയുന്നുണ്ട് ഉദാഹരണ സഹിതം: ഏഷ വന്ധ്യാസുതോ യാതി ഖപുഷ്പഗർദശേഖര മൃഗ തൃഷ്ണാംഭസ്നാദ ശശശൃംഗ ധനുർധര എന്ന് പറയുന്നുണ്ട്. അതായത് കാനൽ ജലത്തിൽ കുളിച്ച് ആകാശകുസുമങ്ങൾ അല്ലെങ്കിൽ ആകാശപുഷ്പങ്ങൾ തലയിൽ വെച്ച് മുയലിന്റെ കൊമ്പ് കടഞ്ഞൊരുക്കിയ വില്ലുമായിട്ട് ഇതാ വന്ധ്യാപുത്രൻ എഴുന്നള്ളുന്നു എന്നാണ് പറയുന്നത്. അത് ഇത് പറഞ്ഞ ഒന്നും ശരിയല്ല. ഇതൊക്കെ എന്താ പറയുന്നത്, സൂക്ഷ്മത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പരമാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല. പക്ഷെ ആ പറയുന്ന കേട്ട നമുക്ക് ഉണ്ടെന്നുള്ളൊരു തോന്നല് ജനിക്കുന്നതാണ്. ഏഷ വന്ധ്യാസുതോ യാതി ഖപുഷ്പകൃതശേഖര മൃഗതൃഷ്ണാംഭസ്നാദ ശശശൃംഗ ധനുർധര എന്നാണ്. ഇവിടെ വന്ധ്യയുണ്ട്, പുത്രനുമുണ്ട്. എന്നാൽ വന്ധ്യാപുത്രനില്ല. വന്ധ്യയ്ക്ക് പുത്രൻ ഉണ്ടാവില്ലല്ലോ. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ എ വന്ധ്യ അല്ലെങ്കിൽ ഒരു സ്റ്റെറൈൽ വുമൺ ടു ഹാവ് എ ചൈൽഡ്. ഷീ വിൽ നോട്ട് ബിഗറ്റ് എ സൺ ഓർ ഡോട്ടർ. അല്ലേ? ആകാശം എന്ന് പറഞ്ഞതുണ്ട്, പക്ഷെ ആകാശ പുഷ്പം ഇല്ല. മുയലുണ്ട്, മുയലിന് ചെവിയേ ഉള്ളു, കൊമ്പില്ല. അപ്പൊ അതാണ് വികല്പം എന്ന് പറയുന്നത്. പരമാർത്ഥത്തിൽ ഇല്ലാത്തതും പക്ഷെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതും അല്ലെങ്കിൽ തോന്നിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് വികല്പങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ വികല്പങ്ങൾ അശേഷമില്ലാത്ത അവളാണ് ദേവി എന്നർത്ഥം. അപ്പോൾ സൗഭാഗ്യ ഭാസ്കരത്തിലൊക്കെ അത് പറയുന്നുണ്ട്. വികല്പശൂന്യ വിഷയകം ശബ്ദജന്യം ജ്ഞാനം. വസ്തുവില്ലാത്ത ശബ്ദജന്യമായിട്ടുള്ള അറിവാണ് വികല്പം എന്നർത്ഥം. ശബ്ദത്തിൽ മാത്രം നിൽക്കുന്നു എന്നുള്ളതാണ്. വസ്തുവില്ല. There is no real substance, but only there is a mention about that in words. വാക്കിൽ മാത്രം നിലനിൽക്കുന്നത്. അതായത് സൂക്ഷ്മത്തിലില്ല, പക്ഷെ സ്ഥൂലത്തില് ഉണ്ട് എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ശബ്ദജന്യമായിട്ടുള്ള വെറും അറിവാണ് വികല്പം എന്ന് പറയുന്നത്. അപ്പൊ ആ വികല്പം ഇല്ലാത്തവളാണ് ശരിക്കും നിർവികൽപ എന്നുള്ളതാണ് ദേവിയുടെ സവിശേഷത എന്നർത്ഥം. ഈ ധ്യാനിക്കുമ്പോഴും പൊയ്മാരൊക്കെ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ പോലും ധ്യാനം ശീലിച്ച് ധ്യാനത്തിന്റെ പരമകാഷ്ഠയിൽ നമ്മൾ എത്തുമ്പോൾ ഈ വികല്പങ്ങളൊക്കെ തീർന്നു പോകും. ഇതെല്ലാം അവസാനിക്കുന്ന അർത്ഥം. വികല്പങ്ങൾ എന്ന് പറഞ്ഞാൽ they don't remain anymore. They simply dissipate or they disappear into എന്താണ് പറയുന്നത് abysmal depths of forgetfulness and എന്താ പറയുന്നത് ഒരു irrelevance. അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അർത്ഥം. സദാസമയവും അത്തരത്തിലുള്ള അല്ലെങ്കിൽ ധ്യാനത്തിന്റെ പരമകാഷ്ഠയിൽ വർത്തിക്കുന്നവളാണ് നമ്മുടെ ദേവി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിന്റെയൊക്കെ തന്നെ സൃഷ്ടികള് ഒന്നും യാഥാർത്ഥ്യമല്ല. ദേവിയുടെ കാര്യത്തിലാണെങ്കിൽ നിരുപാധികമായിട്ടുള്ള എന്താ പറയുന്നത് ശുദ്ധജ്ഞാന സ്വരൂപിണിയുമാണ് അർത്ഥം. ഒരു മനഃസൃഷ്ടിയും അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സൃഷ്ടിയും യാഥാർത്ഥ്യമല്ല. they are not real now. They are only imaginations or creations of the imaginations of the mind എന്നുള്ളതാണ്. അത് ഗൗതമസൂത്രം പറയുന്നുമുണ്ട്. അപ്പൊ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ശാസ്ത്രത്തിന് വിരുദ്ധമായത് വികല്പം, വിരുദ്ധമല്ലാത്തത് നിർവികല്പം.
ഇപ്പൊ നിർവികൽപ്പം എന്ന് പറയുന്നത്, നിർവികൽപ്പ എന്ന് പറഞ്ഞാൽ ശാസ്ത്രവിരുദ്ധമല്ല, ശാസ്ത്ര വിരുദ്ധമായിട്ടുള്ള വികല്പത്തിനെതിരായിട്ടുള്ളവളാണ് നിർവികൽപ്പ എന്ന് പറയുന്നത്. ശിക്ഷാകൽപ്പം, നിരുക്തം, വ്യാകരണം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയ ശാസ്ത്രങ്ങളിൽ നിന്ന് ഒട്ടും തന്നെ ഭിന്നയല്ലാത്ത ദേവിയെ ഒരു ശാസ്ത്രത്തിനും നിഷേധിക്കാൻ പറ്റത്തില്ല. അതായത് ശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നു. ഒരു ശാസ്ത്രത്തിനും ദേവിയെ നിരാകരിക്കാനോ തള്ളിപ്പറയാനോ പറ്റത്തില്ല എന്നാണ്. നോ ശാസ്ത്ര വിൽ ബി ഏബിൾ ടു ഡിനൗൺസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ദി യൂണിവേഴ്സൽ മദർ എന്നാണ്. കാരണം ഈ ശാസ്ത്രങ്ങൾ പോലും ദേവിക്ക് അധീനമാണ്. ദേവിയുടെ കീഴിലെ ഇതൊക്കെ വരുന്നുണ്ട്, സർവശാസ്ത്രങ്ങളും. ഈ പറഞ്ഞതുപോലെ പിന്നെ എന്താണ്, ശിക്ഷയും കൽപ്പവും നിരുക്തവും വ്യാകരണവും ഛന്ദസ്സും ജ്യോതിഷവും തുടങ്ങിയിട്ട് എല്ലാ ശാസ്ത്രങ്ങൾക്കും അധിപതി എന്ന് പറയുന്നത് ദേവി തന്നെയാണ്. അവർക്കാർക്കും ദേവിയെ വിരോധിച്ചോ അല്ലെങ്കിൽ പിന്നെ എഗൻസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുകയില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈ 176-ാമത്തെ നാമം വളരെ 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 പ്രാധാന്യമുള്ള, പ്രസക്തിയുള്ളതാണ്. നിർവികൽപ്പായി നമഃ, ഓം നിർവികൽപ്പായി നമഃ എന്ന് നമുക്ക് വേണമെങ്കിൽ മന്ത്രരൂപത്തിൽ വ്യവഹരിക്കാം. 176-ാമത്തെ നാമമാണ് നമ്മളിപ്പോൾ പറഞ്ഞു തീർത്തത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ 177-ാമത്തെ അതേപോലെ 178-ാമത്തെ രണ്ട് നാമങ്ങൾ ഒരുമിച്ച് നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. 177-ാമത്തെ നാമം നിരാബാധ എന്നാണ്. 178-ാമത്തെ നാമം നിർഭേദ എന്നാണ്. ഈ രണ്ട് നാമങ്ങളെയും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിർവചിക്കാം. എല്ലാവർക്കും നമസ്കാരം.